ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 23-24. യദി അഹം ന വർത്തേയം ജാതു കർമ്മണ്യ അതിന്ദ്രിതഃ മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മചേദകം സങ്കരസ്യ ച കർത്താ സ്യാത് ഉപഹന്യാം ഇമാഃ പ്രജാഃ. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മചേദകം സങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാമിമാഃ പ്രജാഃ. ലോകക്ഷേമത്തിനു വേണ്ടി ഭഗവാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന സ്ഥിതിവിശേഷമാണ് ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഒന്നും നേടണമെന്നില്ലാത്ത എനിക്ക് വേണമെങ്കിൽ ഒന്നും പ്രവർത്തിക്കാതെയും കഴിയാം. വേദവിധികൾക്കും ആചാരങ്ങൾക്കും അതീതനായി ഞാൻ വർത്തിച്ചാൽ ഈ ലോകരെല്ലാം എന്നെ അനുകരിക്കുകയേ ഉള്ളൂ. അപ്പോൾ ലോകരാകെ തന്നെ അകർമ്മിണ്യരായി തീരും. ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ പല ദിവ്യ വിഭൂതികൾ പ്രകടിപ്പിച്ചുവെങ്കിലും ഒരു സാധാരണ ഗൃഹസ്ഥനെ പോലെ ലൗകിക കർമ്മങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു. ഭഗവാൻ വേദാതീതനാണ്. ആ നിലയ്ക്ക് ലൗകിക വ്യാപാരങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വിട്ടുമാറി നിൽക്കാം. പക്ഷേ ലോകർക്ക് മാതൃക കാട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അവതാരലീലകൾ ഒരു സാധാരണ ഗൃഹസ്ഥന്റേതുപോലെ തന്നെയായിരുന്നു. സർവജന സംപൂജ്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ സർവശ്രേഷ്ഠനാണ്. അദ്ദേഹം ഒരു കർമ്മവും ചെയ്യുന്നില്ല. അകർമ്മണ്യതയാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്ന ജനങ്ങൾ കർമ്മവിമുഖരായി പോകാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ വിവിധ കർമ്മങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കുന്നത്. ഈ ജഗത്തിന്റെ മുഴുവൻ ഗുരുവായ സർവ ആദരണീയനായ ഭഗവാനെ മാതൃകയാക്കുന്നവർ കർമ്മവിരതനാണ് ഭഗവാൻ എന്ന് കണ്ടാൽ ഒന്നും പ്രവർത്തിക്കാതെ അവരും ഇരുന്നു കളയുമത്രേ. അത് ലോകക്ഷേമത്തിന് ഹാനികരമാകും. അതുകൊണ്ടാണ് ഭഗവാൻ നിരന്തരം കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത്. വീണ്ടും ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഞാൻ പരമസാക്ഷാത്കാരം നേടി ഒരു കർമ്മവും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്റെ മാർഗം സ്വീകരിക്കുന്ന ലോകരെല്ലാം നശിക്കും. അവരും ധ്യാനത്തിൽ മുഴുകി കർമ്മരഹിതരായി അലസന്മാരാകും. സങ്കരത്തിനും ഞാൻ തന്നെ കർത്താവായി തീരും. അങ്ങനെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ജനങ്ങൾ പെരുകും. സന്മാർഗിക ജീവിതം നശിക്കും. മഹാവ്യാധികളിൽപ്പെട്ട് ജനതയാകെ നാമാവിശേഷമാകും. അവതാര പുരുഷന്മാർ പൊതുവേ സ്ഥിതപ്രജ്ഞന്മാരാണ്. അവർക്കൊരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല. ലോകസംഗ്രഹം ജീവിത ലക്ഷ്യമായി കരുതുന്ന അത്തരക്കാർ ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർ അവരെ അനുകരിക്കാനൊരുങ്ങും. സാധാരണ ജനങ്ങൾ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിച്ച് അധർമ്മത്തിന് ഉത്കർഷമുണ്ടാകുമ്പോഴാണല്ലോ അവതാര പുരുഷന്മാർ ആവിർഭവിക്കേണ്ടി വരുന്നത്. അവരിലൂടെ ധർമ്മ സംസ്ഥാപനം സാധിക്കുകയാണ് പ്രകൃതിയുടെ ലക്ഷ്യം. അവതാര പുരുഷന്മാർ തങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിലും ധർമാനുഷ്ഠാനത്തിൽ മുഴുകുന്നത് അന്യർക്ക് മാതൃക കാട്ടാൻ വേണ്ടിയാണ്. രജോ ഗുണപ്രധാനികളായ സാമാന്യ ജനങ്ങൾ കർമ്മവിമുഖരായാൽ തമോ ഗുണക്കാരായി അധപ്പതിക്കും. ഓരോരുത്തരുടെയും കർമാനുഷ്ഠാനത്തെ ധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവിടുന്നതും അവതാര പുരുഷന്മാർ തന്നെയാണ്. കർത്തവ്യാനുഷ്ഠാനത്തിന് അറച്ചുനിന്ന എത്രയോ വ്യക്തികളെ കർമ്മോന്മുഖരാക്കാൻ ഈ നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയുമോ? സ്വധർമ്മമായ ആയോധനം വെടിഞ്ഞ് സന്യാസധർമ്മം സ്വീകരിക്കാനൊരുങ്ങിയ അർജുനനെ കർത്തവ്യോന്മുഖനാക്കുകയാണല്ലോ ഭഗവാൻ ഈ ഗീതയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഗീത പഠിക്കൂ പഠിക്കൂ എന്ന് എല്ലാവരോടും പറയുന്നത്. സ്വധർമ്മം ഉപേക്ഷിക്കലും പരധർമ്മം സ്വീകരിക്കലും അതാണ് ധർമ്മസങ്കരം. ആവിധം ധർമ്മസങ്കരമുണ്ടാകുകയും ജനങ്ങൾ കർമ്മവിമുഖരാകുകയും ചെയ്താൽ ജനസമൂഹത്തിനാകെ ഹാനിയുണ്ടാകും. ഇതിന്റെ വാക്കർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. യദി അഹം ന വർത്തേയം, അതായത് വായിക്കുമ്പോൾ യദി ഹ്യഹം ന വർത്തേയം എന്നാണ്. യദി
യദി അഹം ന വർത്തേയം ജാതു കർമ്മണ്യ അതിന്ദ്രിതഃ ജാതു കർമ്മണ്യ തന്ത്രിതഃ എന്നാണ്. മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശഃ. യദി ഹി, ഹി എന്നാൽ എന്തെന്നാൽ, ജാതു ഒരിക്കൽ പോലും, അതിന്ദ്രിതഃ അലസതയില്ലാത്തവനായ, അഹം ഞാൻ, കർമ്മണി കർത്തവ്യപാലനത്തിൽ, യദി ന വർത്തേയം വർത്തിക്കുകയില്ലെങ്കിൽ, പാർത്ഥ ഹേ അർജുന, മനുഷ്യാഹ മനുഷ്യൻ, സർവശഃ എല്ലാ പ്രകാരത്തിലും, മമ എന്റെ, വർമ്മ മാർഗത്തെ, അനുവർത്തന്തി അനുവർത്തിക്കും. ഹരേ കൃഷ്ണ. 24-ാമത്തെ ശ്ലോകം. ഉത്സീതേ ഉരുമേ ലോക ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാം ഇമാഹ പ്രജാഹ. അഹം ഞാൻ, കർമ്മ നിശ്ചിതമായ, കർത്തവ്യം ന കുര്യാം ചേത് ചെയ്യുകയില്ലെങ്കിൽ, ഇമേ ലോകാഹ ഈ ലോകങ്ങൾ, ഉത്സീദേയുഹു നശിച്ചു പോകും, സങ്കരസ്യ വർണ്ണസങ്കരത്തിന്റെ, കർത്താസ്യാം കർത്താവായി ഭവിക്കും, ഇമാഹ പ്രജാഹ ഈ പ്രജകളെ, ഉപഹന്യാം ച ഹനിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ.